എന്താ പറയണം, മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാ ഭീഷണീശ്വരം കോക്കിന്റെ റിവ്യൂ പൂർത്തിക്കളഞ്ഞ് കോക്ക് നാട് വിട്ടു. ഭീഷണി കേട്ട് കോക്ക് പേടിച്ച് കോക്ക് പോയി എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ, അപ്പോൾ അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിവില്ലും ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുകയുണ്ടായി. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതിന് പ്രകാരം കോക്ക് ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ റിവ്യൂ ഇട്ടിരുന്നു. അതിന് പ്രകാരം നമ്മുടെ മൂവി വേഡ് മീഡിയക്കകത്ത് കൂടി നമ്മുടെ അവതാരകനും അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസറും കൂടി ഭയങ്കരമായിട്ടൊരു ഭീഷണി എടുത്തിരുന്നു. അപ്പോൾ അവതാരകൻ പറഞ്ഞു, അവതാരകന് പോലും തല്ലാൻ തോന്നിയ ഒരു വ്യക്തിയാണ് കോക്കെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം കോക്ക് വീഡിയോ മുക്കിയെന്നാണ് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. കോക്ക് ചിലപ്പോൾ മുക്കിയതായിരിക്കില്ല. കോക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പടം സൂപ്പർ ഹിറ്റ് ആകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അങ്ങനെ പടം സൂപ്പർ ഹിറ്റ് ആവുകയാണെങ്കിൽ കോക്ക് പറഞ്ഞത് തെറ്റാണെന്നും, എന്നിട്ടും പടം സൂപ്പർ ഹിറ്റ് ആയില്ലെങ്കിൽ കോക്ക് പറഞ്ഞത് ശരിയാണെന്നും മനസ്സിലാവും. പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്കൊരാളെ തല്ലണമെന്നൊക്കെ തോന്നിയതാണ് എന്നൊക്കെ വിരവാദം മുഴക്കുന്നതിനേക്കാൾ നല്ലത് തല്ലിയിട്ട് കഥ പറയുന്നതല്ലേ. തല്ലാൻ തോന്നിയാൽ പോയി തല്ലിയേക്കണം. തല്ലിക്കഴിയുമ്പോൾ അതൊരു ക്രിമിനൽ ഒഫൻസ് ആവുകയും പിന്നീട് കേസാവുകയും കേസിൽ പിടിക്കുക അവരകത്ത് പോവുകയും ചെയ്യും. പിന്നെ ഒരാളെ പബ്ലിക്കായിട്ട് ഇങ്ങനെ തല്ലണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമപരമായി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളതല്ല, അവരൊരു റിവ്യൂ അല്ലേ പറയുന്നത്. റിവ്യൂ പറയുന്നവരെല്ലാവരും തല്ലാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എത്ര പേരെ തല്ലും. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ നല്ല രീതിയിലൊരു സിനിമ എടുക്കൂ, നല്ല സിനിമകളെടുത്ത് ജനങ്ങൾക്ക് നൽകൂ. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഹിറ്റായ സിനിമകൾക്കൊക്കെ കോക്കിൻ്റെ റിവ്യൂ ഇതേ പറയുന്ന സിനിമക്കാർ തന്നെ സ്റ്റാറ്റസ് ഇടുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതേ പറയുന്ന കോക്കിനെ പോലത്തെ ഒരുപാട് ചാനലുകാരുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഒരുപാട് തരത്തിലുള്ള ഇപ്പം പുതിയമുഖം പോലത്തെ സിനിമയുടെ പാട്ട് വരെ എടുത്ത് പുതിയമുഖ എന്ന് പറയുന്ന പാട്ട് പോലത്തെ എടുത്തിട്ട് ഭയങ്കര ഹിറ്റാക്കിക്കൊണ്ട് അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്ത് സിനിമ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ നല്ല സിനിമകൾ എടുക്കൂ. നല്ല സിനിമകൾ എടുക്കുമ്പോൾ ജനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടും. നിങ്ങൾ ഉടായ്പ സിനിമകൾ എടുക്കാൻ നോക്കരുത്. ഉടായ്പ സിനിമ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കിട്ടില്ല. അങ്ങനെ കാശ് കിട്ടാതെ നിങ്ങൾ കടത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പടം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ വീണ്ടും കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിന് നിൽക്കാതെ നിങ്ങൾ നല്ല കഥകൾ കേട്ട് നല്ല അവതാരകരെ വെച്ച് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നല്ല അഭിനേതാക്കളെ വെച്ച് നല്ല അഭിനയം പഠിപ്പിച്ച് നല്ല രീതിയിൽ കഥ മേക്ക് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കൂ. ജനങ്ങൾ നിങ്ങൾക്ക് കാശ് തരും. ഓക്കെ, ബൈ. സി യു ടുമാറോ. പിന്നെ ഇന്ന് നല്ല തിരക്കാണ്. അപ്പോൾ നാളെ വീണ്ടും കാണുന്നവരെ സന്ധിക്കുമ്പോൾ വണക്കം. നന്ദി, നമസ്കാരം. നന്ദകുമാർ സൈനിങ് ഓഫ്.